നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വർഷങ്ങളും ദിനങ്ങളുമാണ്. അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം സത്യാഗ്രഹം 1928, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1916. ഇത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം 1928, അത് തെറ്റാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 അത് ശരിയാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916 അതും ശരിയാണ്. ഇപ്പോൾ ശരിയായിട്ടുള്ളത് ബിയും സിയും ഡിയും ആണ്. അപ്പം കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853, 1857, 1852, 1858. ഇതിൽ കറക്റ്റ് ആൻസർ 1853 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 നവംബർ 11, 1992 ഒക്ടോബർ 11, 1993 ഒക്ടോബർ 12, 1994 നവംബർ 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 12 ജനുവരി 2005, 12 ഒക്ടോബർ 2005, 12 ഒക്ടോബർ 2006, 11 ഒക്ടോബർ 2006. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2005 ഒക്ടോബർ 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1929, 1921, 1919, 1942. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? 2017, 2015, 2020, 2018. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, 1947, 1931, 1936. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്ന്? 2014 നവംബർ 9, 2014 ജൂൺ 9, 2017 ജൂൺ 18, 2016 നവംബർ 9. കറക്റ്റ് ആൻസർ 2014 നവംബർ 9 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28, 2023 ജൂലൈ 18, 2023 ഒക്ടോബർ 28, 2023 നവംബർ 18. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2023 സെപ്റ്റംബർ 28 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സ്വിംഗ് കമ്മിറ്റി, പിന്നെ വർഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ PK തുങ്കൻ കമ്മിറ്റി വരുന്നത് 1989. ബൽവന്ത് റായ് കമ്മിറ്റി വരുന്നത് 1957. അശോക് മേത്ത കമ്മിറ്റി വരുന്നത് 1977. LM സ്വിംഗ് കമ്മിറ്റി വരുന്നത് 1986. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടെ നോക്കാം.
PK തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്തറായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, LM സിംഗ് കമ്മിറ്റി 1986.